അപ്പോൾ ഈ ഒരു പ്ലാന്റ് നമുക്ക് ഒരു മാസം കൊണ്ടൊക്കെ വീട് നന്നായിട്ട് അലങ്കരിച്ചെടുക്കാൻ പറ്റും കേട്ടോ. വാട്ടറിംഗ് ജൂവിൻ്റെ ഒരുപാട് വെറൈറ്റികൾ കൂടി നമ്മളെ കയ്യിലുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും പ്ലാന്റുകളൊക്കെ ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഈ ഒരു പ്ലാന്റ് നമ്മൾ കൊറിയറായിട്ട് അയച്ചു കൂടി തരുന്നതായിരിക്കും. അപ്പോൾ അത് കേട്ടോ, മനോഹരമായിട്ട് നമുക്കിത് വളർത്തിയെടുക്കാൻ പറ്റും. തുടക്കക്കാർക്കും സിമ്പിളായിട്ട് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ആ ഒരു കാര്യങ്ങളാണ് നോക്കുന്നത്. അപ്പോൾ ഇപ്പം തന്നെ ഒരു കുഞ്ഞ് ലൈക്ക് തന്നിട്ട് നമ്മളെ ചാനലിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് മറന്നു പോരുതേ. അപ്പോൾ ഇതിൻ്റെ കുറച്ച് 4ൽ കൂടുതൽ കളറുകൾ നമ്മളെ കയ്യിലുണ്ട്. അപ്പോൾ ഈ ഒരു പ്ലാന്റ് എങ്ങനെയാണ് നമുക്ക് അടിപൊളിയായിട്ട് ഫാസ്റ്റ് ഗ്രോത്തിങ്ങിലേക്ക് കൊണ്ടുവരാൻ പറ്റുമെന്ന് നോക്കിയാലോ. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് പോട്ടി മിക്സ് ആണ് ശ്രദ്ധിക്കേണ്ട കാര്യം. പോട്ടി മിക്സിലേക്ക് നമുക്ക് ആദ്യമായിട്ട് എടുക്കേണ്ടത് കുറച്ച് കാൽഭാഗത്തേക്ക് ചകിരിച്ചോറ് എടുക്കാവുന്നതാണ്. പിന്നെ കാൽഭാഗത്തേക്ക് നമുക്ക് ഉണങ്ങിയ ചാണകപ്പൊടി കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ ബാക്കി വരുന്ന പകുതി ഭാഗത്തേക്ക് നമുക്ക് ടോപ്പ് ഗാർഡനിങ് സോയിൽ ഉപയോഗിക്കാവുന്നതാണ്, മേൽമണ്ണ് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിവിടെ ചാണകപ്പൊടിയും ചകിരിച്ചോറും നന്നായിട്ട് ആദ്യം ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു നല്ല ചകിരിച്ചോറിൽ മിക്സായി കഴിഞ്ഞാൽ നന്നായിട്ട് ഈർപ്പക്കൂടി പിടിച്ച് വെക്കുന്നതും കൊണ്ട് തന്നെ ചാണകത്തു നിന്നുള്ള വളങ്ങളൊക്കെ പെട്ടെന്ന് പ്ലാന്റിന് വലിച്ചെടുക്കാൻ പറ്റും. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു മണ്ണുമായിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എല്ലാ വീഡിയോയിലും ഞാൻ പറയാറുള്ളത് പോലെ തന്നെ ഉണങ്ങിയതായിട്ടുള്ളത് മാത്രം നമ്മൾ എടുക്കുക. മണ്ണായാലും ചാണകപ്പൊടി ചകിരിച്ചോറൊക്കെ ഉണങ്ങിയത് എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതിനുശേഷം നമുക്ക് ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാനായിട്ട് കൂടി വളങ്ങളും ചകിരിച്ചോറും മണ്ണൊക്കെ എല്ലാ ഭാഗത്തും നന്നായിട്ട് ഒരേപോലെ മിക്സ് ആവുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുക. അധികം കട്ടകളൊക്കെ ഇല്ലാതെ നമുക്ക് അരിച്ചെടുത്ത മണ്ണൊക്കെയാണ് അത്രയും നല്ലത് കേട്ടോ. ഇനി നമ്മൾ ചെയ്യേണ്ടത്, ഇത് നമുക്ക് ഏത് ഹാങ്ങിങ് പോട്ടിലാണോ സെറ്റ് ചെയ്ത് കൊടുക്കണമെങ്കിൽ ആ ഒരു ഹാങ്ങിങ് പോട്ടിലേക്ക് നമുക്ക് ഈ ഒരു നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ച ഈ ഒരു പോട്ട് മിക്സ് ഫില്ല് ചെയ്തെടുക്കുന്നു. പോട്ടിലേക്ക് ഫില്ല് ചെയ്യുന്ന സമയത്ത് കുറച്ച് പിന്നീട് വളങ്ങളോ മണ്ണൊക്കെ ഇട്ട് കൊടുക്കണമെങ്കിലോ സോയിൽ ലെയറിംഗ് ഒക്കെ ചെയ്യണമെങ്കിലോ ഒക്കെ അതിന് വേണ്ടിയിട്ട് കുറച്ച് സ്ഥലം നമ്മൾ ഫുള്ളായിട്ട് ഈ ഒരു എന്താ പറയുക പോട്ട് മിക്സ് ഫില്ല് ചെയ്യാതെ കുറച്ച് ഭാഗം എംപ്റ്റി ആയിട്ട് ഇടാൻ കൂടി ശ്രദ്ധിക്കുക. ഇനി ഇതിൻ്റെ കട്ടിങ്സ് നമുക്ക് എടുത്തിട്ട് ഒരു 6 or 8 ഇലകളോട് കൂടിയതോ ഇനിയിപ്പോൾ ഒരു 4 ഇലയായാലും കുഴപ്പമില്ല, അതിൻ്റെ ആ ഒരു കണക്കിനനുസരിച്ച് എടുത്തിട്ട് കട്ടിങ്സ് നമുക്ക് എടുത്തിട്ട് നിറച്ച് നമുക്ക് ഈ ഒരു പോട്ട് മിക്സിൽ കുത്തി കൊടുക്കുക കേട്ടോ. നിങ്ങൾക്ക് ഇപ്പോൾ എത്രത്തോളം കുത്തി കൊടുക്കാൻ പറ്റുമോ അത്രത്തോളം കുത്തി കൊടുക്കുക. ഇങ്ങനെ കുത്തി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത് പിന്നീട് ഇത് വാടിപ്പോകുന്ന പ്രശ്നങ്ങളോ അതിൻ്റെ ഇല കരിഞ്ഞു പോകുന്ന പ്രശ്നങ്ങളോ അല്ല. ഈ ഒരു കട്ടിങ്സ് അങ്ങനെ തന്നെ നിൽക്കും. ഇതിന് വെള്ളം ഇനിയിപ്പോൾ കുറച്ച് നന്നായിട്ട് മഴയത്ത് വെച്ചു എന്ന് വിചാരിച്ചാൽ നന്നായിട്ട് വളരും. അതേപോലെ തന്നെ കുറച്ച് വെള്ളം കുറവായി പോയി എന്ന് വിചാരിച്ചാൽ കുഴപ്പമില്ല, ഒരു 10 ദിവസമോ 12 ദിവസമൊക്കെ നനയ്ക്കാൻ നമ്മൾ വിട്ടുപോയാലും ഇതിനധികം ഒരു പ്രശ്നം വരുന്നില്ല. പക്ഷേ നമ്മൾ നന്നായിട്ട് നനച്ചു കൊടുത്താൽ അതിനനുസരിച്ചിട്ട് പെട്ടെന്ന് ബ്രാഞ്ചുകൾ വരികയും നന്നായിട്ട് ഈ ഒരു ചെടി ഷൈനിങ്ങോട് കൂടി നിൽക്കുന്നതും കാണാം കേട്ടോ. അപ്പോൾ നമ്മൾ നനയ്ക്കാൻ കുറച്ചധികമൊക്കെ വിട്ടുപോയാൽ ഇതിൻ്റെ അടിഭാഗത്ത് മൂത്ത ഇലകൾ പെട്ടെന്ന് കരിഞ്ഞു പോകുന്നത് കാണുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് ഒരു ഈർപ്പൊക്കെ പോട്ടി മിക്സിൽ നിർത്തുകയാണെങ്കിൽ നമുക്ക് എപ്പോഴും തിക്കും പുഷുമായിട്ട് ഇതിൻ്റെ ഇലകൾ നിൽക്കും, പെട്ടെന്ന് കരിഞ്ഞു പോകില്ല എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു കാര്യം കൂടി നമ്മൾ ഈ ഒരു പ്ലാന്റ് വളർത്തുന്നവർ ശ്രദ്ധിക്കുക. പല വീടുകളിലും ഇതൊക്കെ തൂക്കിയിട്ടുണ്ടാവും, പക്ഷേ ഇതിൻ്റെ മുകൾ ഭാഗത്തൊന്നും ഇല ഇല്ലാത്തതിൻ്റെ പ്രശ്നം അതാണ്. പിന്നെ ഇതിൻ്റെ പോട്ടിൽ നമ്മൾ സോയിൽ ലെയറിങ് ചെയ്തെടുക്കാവുന്നതാണ്. കുറച്ച് അധികം പീസുകൾ നമുക്ക് അങ്ങനെ ഇല കരിഞ്ഞ് പോകുന്നുണ്ടെങ്കിൽ മുകൾ ഭാഗത്ത് പോട്ടിൽ നമ്മൾ കുത്തി കൊടുക്കുക, കുറച്ച് മണ്ണൊക്കെ ഇട്ടിട്ട് കേട്ടോ. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം കണ്ടോ, ഞാനിതേപോലെ മുകളിൽ നിന്ന് താഴത്തേക്ക് 3 തട്ടായിട്ടാണ് നമ്മൾ ഹാങ്ങിങ് പോട്ടുകളിൽ നമ്മൾ തൂക്കി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതേപോലെ ഇങ്ങനെ ഒരേപോലെ ഫില്ലർ പോലെയൊക്കെ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇനി അടുത്തത് ഇതിൻ്റെ അടിയിൽ തൂക്കി കൊടുത്താൽ അതിങ്ങനെ അടിയിലേക്ക് പല കളറുകൾ, ഒരു കളർ ഒരു സ്റ്റെപ്പായിട്ട് നിർത്താം. അടുത്ത ഹാങ്ങിങ് പോട്ടിൽ വേറെ കളർ കുത്തി കൊടുത്താൽ അതൊരു കളറായിട്ട് നിർത്താം. അതേപോലെ നമുക്ക് ഫില്ലർ ആക്കിയിട്ട് കൂടി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ അതേപോലെയൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ കൂടി ഈ ഒരു പ്ലാന്റുകളൊക്കെ ഇല്ലാത്തവർ മേടിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതേപോലെയൊക്കെ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. വളരെയധികം മനോഹരമായ ഒരു പ്ലാന്റ് ആണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്ലാന്റ് കൂടിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടിട്ട് പ്ലാന്റ് ആണെങ്കിൽ കമൻറ്റ് ചെയ്യുക. എന്തുകൊണ്ടാണ് ഇഷ്ടപ്പെടാനുള്ള കാരണം കൂടി ഒന്ന് കമൻറ്റ് ചെയ്താൽ മറ്റ് സബ്സ്ക്രൈബേഴ്സിന് കൂടി അത് ഉപകാരമായിരിക്കും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനായിട്ട് മറന്നുപോയവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് കൂടിയും ചെയ്ത് നമ്മുടെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും കൂടി മറന്നു പോരുതേ. അപ്പോൾ നല്ലൊരു കണ്ടൻറ്റും നല്ല വീഡിയോകളായിട്ട് കാണുന്നവരെ തൽക്കാലം നിങ്ങളോട് എല്ലാവരോടും വിട ചോദിക്കുകയാണ്. ബൈ ബൈ.